Previous classes we discussed about the orientation of surface and surface integral. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ് ഒരു സർഫസ് ഓറിയൻറ്റബിൾ ആകുക എന്നുള്ളതാണ്. അതായത് ഒരു സ്മൂത്ത് സർഫസ് എസ് ഉണ്ട്, അത് ഓറിയൻറ്റബിൾ എപ്പോഴാവുക, ഏതൊരു പോയിന്റ് നമ്മൾ ആ സർഫസ് നിന്ന് എടുത്താലും അതിനെന്തുണ്ടായിരിക്കും, ഒരു പോസിറ്റീവ് നോർമൽ ഡിറക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് ഒരു പോസിറ്റീവ് നോർമൽ വെക്ടർ നമുക്ക് കണ്ടെത്താൻ കഴിയണം. അത് കണ്ടിന്യൂസ് ഏത് ആ സർഫസിൽ ഏതൊരു പോയിന്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുകയാണെങ്കിലും ഈ പ്രോപ്പർട്ടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ സർഫസിനെ എന്ത് വിളിക്കും, ഓറിയൻറ്റബിൾ എന്ന് വിളിക്കും. അതുപോലെ നമ്മൾ സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് നോർമൽ വെക്ടർ, അതായത് യൂണിറ്റ് നോർമൽ വെക്ടർ ആയിട്ടുള്ള സ്മോൾ ലെറ്റർ എൻ എന്തായിരിക്കും, സർഫസ് ഇൻ്റഗ്രലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന്. ആ യൂണിറ്റ് നോർമൽ വെക്ടറിൻ്റെ ഡിറക്ഷൻ അനുസരിച്ച് നമുക്ക് സർഫസ് ഇൻ്റഗ്രലിൻ്റെ ഓറിയൻറ്റേഷൻ മാറും. അതായത് നമ്മളിപ്പോൾ സർഫസ് ഇൻ്റഗ്രലിൻ്റെ സ്മോൾ ലെറ്റർ എൻ ആണ് നമ്മുടെ യൂണിറ്റ് നോർമൽ വെക്ടർ ആയിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ -n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ മാറും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു. ഓക്കെ, ഇനി അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ് വരുന്നത്. ഓക്കെ, തിയറം: in a surface integral, the replacement n by -n, hence capital N by -n correspond to the multiplication of the integral by -1. That is, ഒന്നുകൂടി പറയാം, in a surface integral, the replacement of n by -n correspond to the multiplication of the integral by -1. നമ്മൾ സർഫസ് ഇൻ്റഗ്രലിൽ എന്നിന് പകരം -n നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പം അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യണം, -1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് പോയിന്റ്: സപ്പോസ് എസ് ഈസ് ഗിവൺ ഇൻ ദി പാരാമെട്രിക് ഫോം, then the simplest way to change orientation of S is to interchange U and V. അതായത് നമുക്ക് എസ് സർഫസിൻ്റെ ഇക്വേഷൻ പാരാമെട്രിക് ഫോമിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ യുവും വിയും ഇൻ്റർചേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. യുവും വിയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ദെൻ ആർ യു ബിക്കം ആർ വി ആൻഡ് കോൺവേഴ്സ്ലി. യുവും വിയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ ആർ യു എന്തായിട്ട് മാറും, ആർ വി ആയിട്ട് മാറും. ആർ വി എന്തായിട്ട് മാറും, ആർ വി ആയിട്ട് മാറും. സോ ദാറ്റ് നോർമൽ വെക്ടർ n ഈക്വൽ ടു ആർ യു ക്രോസ് ആർ വി ബിക്കം. നമുക്കറിയാം സർഫസ് സ്മൂത്ത് സർഫസ് ആണ്, അതിന് എന്തിനായിരിക്കും ഒരു നോർമൽ വെക്ടർ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് n ഈക്വൽ ടു ആർ യു ക്രോസ് ആർ വി നമ്മൾ പഠിച്ചു. നമ്മൾ യുവും വിയും ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്തു, ദെൻ ആർ യു ബിക്കം ആർ വി ആയിട്ട് മാറി എന്ന് പറഞ്ഞു. അതുപോലെ കോൺവേഴ്സ്ലി then here n normal vector n becomes ru cross rv equal to minus ru cross rv, that's equal to minus n ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യം വരാവുന്നതാണ്, എല്ലാ സർഫസുകളും ഓറിയൻറ്റബിൾ ആണോ അല്ലേ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനൊരു ഓറിയൻറ്റബിൾ അല്ലാത്തൊരു സർഫസിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൊബിയസ് സ്ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൊബിയസ് സ്ട്രിപ്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടാവുന്നൊരു സാധനമാണിത്, മൊബിയസ് സ്ട്രിപ്സ്. അപ്പോൾ ഓറിയൻറ്റബിൾ അല്ലാത്തൊരു സർഫസിന് എക്സാമ്പിൾ എന്താണ്, മൊബിയസ് സ്ട്രിപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് എ സ്കേലാർ ഫീൽഡ്. അതൊരു സ്കേലാർ ഫീൽഡ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. Let the surface S is given by the parametric representation R of uv equal to x of uv, y of uv, z of uv, where uv belongs to R and G be a scalar field defined and bounded on S. നമുക്കൊരു സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ തന്നിട്ടുണ്ട്. എന്താണ്, ആർ ഓഫ് യു വി ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ ക്യാപ്പ് പ്ലസ് വൈ ഓഫ് യു വി ജെ ക്യാപ്പ് പ്ലസ് സെഡ് ഓഫ് യു വി കെ ക്യാപ്പ് ആണ്. ആ സർഫസ് എസിൻ്റെ മുകളിൽ നമ്മളൊരു സ്കേലാർ ഫീൽഡ് ജി നമ്മൾ എടുത്തു. Okay, then the surface integral of g over s is defined by double integral over s g of r dA equal to double integral over r g of r of uv into mod n of uv du dv ആയിരിക്കും. അപ്പോൾ നമുക്ക് ആർ ഓഫ് യു വി എന്ന് പറഞ്ഞിട്ട് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഒരു സർഫസ് തന്നു, ആ സർഫസിൽ ഒരു സ്കേലാർ ഫീൽഡ് നമ്മൾ ജി എടുത്തു. അങ്ങനെയാണെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് സ്കേലാർ ഫീൽഡ് ജി ഓവർ ദി സർഫസ് എസ് ഈസ് ഗിവൺ ബൈ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ജി ഓഫ് ആർ ഡി എ, ദാറ്റ്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ജി ഓഫ് ആർ ഓഫ് യു വി ഇൻറ്റു മോഡ് എൻ ഓഫ് യു വി ഇൻറ്റു ഡി യു ഡി വി. ജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കേലാർ ഫംഗ്ഷൻ, ആർ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ, where n is the normal vector to the surface S. അപ്പോൾ n നമുക്കറിയാവുന്ന കാര്യമാണിത്,
ആർ യു ക്രോസ് ആർ വി ആണ് നമ്മളുടെ എൻ. സോ ഹിയർ മോഡ് എൻ ഈക്വൽ ടു മോഡ് ആർ യു ക്രോസ് ആർ വി ആൻഡ് ഡി എ ഈക്വൽ ടു മോഡ് എൻ ഇൻറ്റു ഡി യു ഡി വി. മോഡ് എന്നിന് പകരം നമ്മൾ എന്തെടുക്കുക, മോഡ് ആർ യു ക്രോസ് ആർ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഡി എ ബിക്കം dA equal to mod RU cross RV into du dV, which is the element of area of the surface S. Okay, അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, സർഫസ് എസിൻ്റെ ഒരു എലമെൻറ്റ് ഓഫ് ഏരിയ ആണ് ഡി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ വി ഹാവ് റിമാർക്ക്, ഇഫ് എ സർഫസ് എസ് ഈസ് ഗിവൺ ബൈ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ, then by setting u equal to x, v equal to y, we have z equal to f of uv. നമ്മൾ എന്ത് ചെയ്യുക, സർഫസിൻ്റെ ഇക്വേഷൻ സപ്പോസ് z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ രൂപത്തിലാണ് എങ്കിൽ നമ്മൾ അതിൽ u ഈക്വൽ ടു എക്സും v ഈക്വൽ ടു വൈയും കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ z എന്തായിട്ട് മാറും, എഫ് ഓഫ് യു വി ആയിട്ട് മാറും. ദെൻ ദി പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സർഫസ് എസ് ഈസ്, സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എങ്ങനെ മാറും, ആർ ഈക്വൽ ടു ആർ ഓഫ് യു വി എന്തായിട്ട് കിട്ടും, യു വി എഫ് ഓഫ് യു വി ആയിട്ട് വരും. ആർ ഈക്വൽ ടു യു വി എഫ് ഓഫ് യു വി ആണ് എങ്കിൽ നമുക്ക് നോർമൽ വെക്ടർ മോഡ് എൻ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മോഡ് എൻ ഈക്വൽ ടു മോഡ് ആർ യു ക്രോസ് ആർ വി. ആറ് കിട്ടിയാൽ ആർ യുവും ആർ വിയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹിയർ ആർ യു ബിക്കം 1 0 എഫ് യു ആൻഡ് ആർ വി ബിക്കം 0 1 എഫ് യു. ദെൻ മോഡ് എൻ ഈക്വൽ ടു മോഡ് ഓഫ് 1 0 എഫ് യു ക്രോസ് 0 1 എഫ് യു. ഓക്കെ, ദെൻ നമ്മൾ ആർ യു ക്രോസ് ആർ വി നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക, ദെൻ മോഡുലസ് കൊടുത്താൽ മതി. ദെൻ ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു ആർ യു ക്രോസ് ആർ വി ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ 1 0 എഫ് യു 0 1 എഫ് വി. ദാറ്റ്സ് ഈക്വൽ ടു, ആഫ്റ്റർ കാൽക്കുലേഷൻ വി ഗെറ്റ് മൈനസ് എഫ് യു ഐ ക്യാപ്പ് മൈനസ് എഫ് വി ജെ ക്യാപ്പ് പ്ലസ് കെ. കോംപ്രമൈസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, മൈനസ് എഫ് യു മൈനസ് എഫ് വി 1. ദാറ്റ് ഈസ് എൻ ഈക്വൽ ടു ആർ യു ക്രോസ് ആർ വി കിട്ടി. ദെൻ മോഡ് എൻ ഈക്വൽ ടു എന്താ, നമുക്ക് അറിയാം ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് മോഡ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് യു സ്ക്വയർ പ്ലസ് എഫ് വി സ്ക്വയർ. സിൻസ് യു ഈക്വൽ ടു എക്സ് വി ഈക്വൽ ടു വൈ നമ്മൾ എടുത്തിട്ടുണ്ട്, ദെൻ എഫ് യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഫ് എക്സ് എഴുതാൻ പറ്റും, എഫ് വി ഈക്വൽ ടു എഫ് വൈ എന്ന് എഴുതാൻ പറ്റും. ആൻഡ് സോ നോർമൽ വെക്ടറിൻ്റെ മോഡുലസ് എന്തായിട്ട് മാറും, മോഡ് എൻ ഈക്വൽ ടു നമുക്ക് എഫ് യുവിന് പകരം എഫ് എക്സ് കൊടുക്കാം, എഫ് വിക്ക് പകരം എഫ് വൈ കൊടുക്കുക. ദെൻ മോഡ് എൻ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ആയിട്ട് മാറും. Therefore, the surface integral of g over the surface S is given by double integral over S g of r dA equal to double integral over r g of r of uv into mod n of uv du dv വരും. Okay, that's equal to double integral over r star into g of x y f of x y. നമ്മൾ യുവിന് എക്സ് കൊടുക്കും, വൈക്ക് യു വി കൊടുത്തു. ദെൻ z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു, അത് എഫ് ഓഫ് യു വി ആയിട്ട് മാറിണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ സ്റ്റാർ ജി ഓഫ് എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ ആയിട്ട് മാറും. വേർ ആർ സ്റ്റാർ ഇസ് ദി പ്രൊജക്ഷൻ ഓഫ് എസ് ഇൻ ടു ദിസ് പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ ആൻഡ് ദ നോർമൽ വെക്ടർ എൻ ഓൺ എസ് പോയിന്റ് അപ്പ്. ഇവിടുത്തെ ആർ സ്റ്റാർ എന്ന് പറഞ്ഞതാണ് വിച്ച് ഈസ് ദി പ്രൊജക്ഷൻ ഓഫ് എസ് ഇൻ ടു ദി എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലേക്കുള്ള സർഫസിൻ്റെ പ്രൊജക്ഷനാണ് എന്ത്, ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ. ഇവിടെ നോർമൽ വെക്ടർ എന്തായിരിക്കും, പോയിന്റ്സ് അപ്പ് ആയിരിക്കും. സപ്പോസ് ആ നോർമൽ വെക്ടർ എന്താണ്, പോയിന്റ്സ് ഡൗൺ ആണ് എങ്കിൽ ഇഫ് ദ ഇന്റഗ്രൽ ഓൺ ദി റൈറ്റ് ഈസ് പ്രിസീഡഡ് ബൈ എ മൈനസ് സൈൻ, അപ്പോൾ സർഫസ് ഇന്റഗ്രൽ ഓഫ് സ്കേലാർ ഫീൽഡ് എന്തായിട്ട് മാറും, റൈറ്റ് സൈഡിൽ ഒരു മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നോർമൽ വെക്ടർ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആകുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് അപ്ലിക്കേഷൻസ് ഓഫ് സർഫസ് ഇന്റഗ്രൽ ഓഫ് സ്കേലാർ ഫീൽഡ്. നമ്മൾ സ്കേലാർ ഫീൽഡിന്റെ സർഫസ് ഇന്റഗ്രൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആ സർഫസ് ഇന്റഗ്രൽ ഓഫ് സ്കേലാർ ഫീൽഡിന് കുറച്ച് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് അപ്ലിക്കേഷൻ ആണ് എന്ത്, ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർഫസ് ഓർ ഏരിയ ഓഫ് എ സർഫസ്. ഒരു സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ സ്കേലാർ ഫീൽഡിലെ സർഫസ് ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇഫ് ജി ഓഫ് ആർ ഈസ് ദ മാസ് ഡെൻസിറ്റി ഓഫ് എസ്, then the surface integral of g over s is the total mass m of s. അതായത് നമ്മൾ ജി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ആണ് ആ സർഫസിൻ്റെത് എങ്കിൽ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ജി ഓവർ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടോട്ടൽ മാസ് ഓഫ് എസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ എം നമ്മൾ ഡിനോട്ട് ചെയ്യാം, ടോട്ടൽ മാസ് ആണ് കിട്ടുക. ഇനി നമ്മൾ ആ ജി ഈക്വൽ ടു 1 കൊടുക്കുക. ദാറ്റ് ഈസ് ഇഫ് ജി ഈക്വൽ ടു 1, the surface integral of g over s is given by the area a of s of surfaces. അതായത് ജി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് മാസ് ഡെൻസിറ്റി ഓഫ് ദി സർഫസ് എസ് ആയിരുന്നു. അതിന്റെ സർഫസ് ഇന്റഗ്രൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ മാസ് ആണ് കിട്ടുക എന്ന് പറഞ്ഞു. അതിന് ആ ജി എന്ന് പറഞ്ഞ മാസ് ഡെൻസിറ്റി ഈക്വൽ ടു 1 വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സർഫസ് ഇന്റഗ്രൽ ഓഫ് ജി ഓവർ എസ് എന്തായിട്ട് മാറും, സർഫസ് ഏരിയ ആയിട്ട് മാറും. ദാറ്റ് ഈസ് എ ഓഫ് എസ് ആയിട്ട് മാറും.
ഓക്കെ, ജിക്ക് പകരം നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Therefore a of s is equal to double integral over s dA equal to double integral over r mod n of uv into du dv. That's equal to double integral over r mod ru cross rv into du dv ആയിട്ട് വരും. ശ്രദ്ധിക്കുക, സർഫസ് ഏരിയ കിട്ടുകയാണെങ്കിൽ നമ്മൾ ജി ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. എവിടെ? സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് സ്കാലാർ ഫീൽഡിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ് ടു ഫൈൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതായത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനും എന്താണ് ഈ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് സ്കാലാർ ഫീൽഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇഫ് ദി സ്കാലാർ ഫീൽഡ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു മ്യൂ ഓഫ് എക്സ് വൈ സെഡ്, the density of a thin material in the shape of a surface S. അതായത് മ്യൂ ഓഫ് എക്സ് വൈ സെഡ് എന്നാണ് ഡെൻസിറ്റി ഓഫ് എ തിൻ മെറ്റീരിയൽ ഇൻ ദി ഷേപ്പ് ഓഫ് ദി സർഫസ് എസ്. സർഫസ് എസിന്റെ ഷേപ്പിലുള്ള ഒരു മെറ്റീരിയലിന്റെ ഡെൻസിറ്റി ആണ് ഇത് മ്യൂ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ. ദെൻ ദി ടോട്ടൽ മാസ് എം ഓഫ് ദി സർഫസ് എസ് ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ എം ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് മ്യൂ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡി. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി തന്നാൽ ടോട്ടൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? എം ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് മ്യൂ ഓഫ് എക്സ് വൈ സെഡ് ഡി എ. നമ്മൾ സ്കാലാർ ഫീൽഡിന്റെ സർഫസ് ഇൻറ്റഗ്രലിൽ നമ്മൾ എന്ത് കൊടുത്താൽ ജി ഓഫ് എക്സ് വൈ സെഡിന് പകരം മ്യൂ ഓഫ് എക്സ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മാസ് ഓഫ് ദാറ്റ് സർഫസ് എസ് കിട്ടി. ദാറ്റ് ഈസ് എം ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് മ്യൂ ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു ഡി എ വരും. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് ദി പോയിന്റ് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ. അതായത് നമ്മളുടെ സർഫസിന്റെ സെൻറ്റർ ഓഫ് മാസ് ഈ എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ എന്ന പോയിന്റിലാണ് പറഞ്ഞാൽ that is determined by the equations x bar equal to 1 by m into double integral over x into mu of xyz into dA, y bar equal to 1 by m into double integral over s y into mu of xyz into dA, and z bar equal to 1 by m into double integral over s z into mu of xyz into dA. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എക്സ് ബാർ വൈ ബാർ സെഡ് ബാർ എന്ന് പറഞ്ഞ പോയിന്റിലാണ് എങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് എക്സ് ബാർ ഈക്വൽ ടു ദിസ്, y bar equal to this, z bar equal to this. Okay, the next, the moment of inertia IL of surfaces about an axis L. അതായത് ഐ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് എൽ ആയതുകൊണ്ടാണ് നമ്മൾ ഐ എൽ എന്ന് ഡിനോട്ട് ചെയ്തത്. ഈസ് ഡിഫൈൻഡ് ബൈ ദി ഇക്വേഷൻ ഐ എൽ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് ഡി സ്ക്വയർ എക്സ് വൈ സെഡ് ഇൻറ്റു മ്യൂ ഓഫ് എക്സ് വൈ സെഡ് ഡി എ. അപ്പോൾ ഐ എൽ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർഫസ് എസ് ഇൻ അബൌട്ട് ദി ആക്സിസ് എൽ. That's equal to double integral over s d square of xyz into mu of xyz dA, where d square is the perpendicular distance from a general point xyz of the surface s to the line L. അപ്പോൾ d square എന്ന് പറഞ്ഞാൽ എന്താണ്? Which is the perpendicular distance. അതായത് xyz എന്ന ജനറൽ പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്ക് L എന്ന ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? d square എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. നമ്മൾ അബൌട്ട് ആൻ ആക്സിസിലാണ് നമ്മൾ എന്ത് വിളിക്കുക? മൊമെന്റ് ഓഫ് അബൌട്ട് ആൻ ആക്സിലാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ?